വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് വേദിയാകും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ച മത്സരങ്ങളാണ് കാര്യവട്ടത്തിൽ നടത്തുക. സെമിഫൈനലിൽ ഉൾപ്പെടെ 5 മത്സരങ്ങൾക്ക് കാര്യവട്ടം വേദിയായേക്കും. നേരത്തെ സന്നാഹ മത്സരങ്ങൾക്ക് വേണ്ടി കാര്യവട്ടത്തെ പരിഗണിച്ചിരുന്നെങ്കിലും അസൗകര്യങ്ങളുടെ പേരിൽ ഒഴിവാക്കുകയായിരുന്നു. വേദി സംബന്ധിച്ച അന്തിമ പ്രഖ്യാപനം ICCയുടെ ഭാഗത്തുനിന്ന് ഉടനുണ്ടാകും. ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നതിനാൽ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്താനാകില്ല. ഇതേ തുടർന്നാണ് വേദി തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതിന്റെ സാധ്യതകൾ ICC തേടിയത്. ഇക്കാര്യത്തിൽ BCCയുമായും കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായും ആശയവിനിമയം നടത്തി. KCLന് രാജ്യാന്തര നിലവാരത്തോടെ സ്റ്റേഡിയം ഇപ്പോഴേ തയ്യാറായി. ഇതുകൂടി കണക്കിലെടുത്താണ് അടുത്ത മാസം 30 തുടങ്ങാനിരിക്കുന്ന വനിതാ ലോകകപ്പ് വേദിയായി കാര്യവട്ടത്തെ പരിഗണിച്ചത്. സെമിഫൈനലും 2 സന്നാഹ മത്സരങ്ങളുമടക്കം 5 മത്സരങ്ങൾ കാര്യവട്ടത്ത് നടക്കും. ബാറ്റിംഗിന് അനുകൂലമായ 5 പിച്ചുകൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കി. ഫ്ലഡ് ലൈറ്റും സജ്ജം. കാണികളുടെ ഇരിപ്പിടമടക്കമുള്ള എല്ലാ അറ്റകുറ്റപ്പണികളും കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി പൂർത്തിയായി. സെപ്റ്റംബർ 30 തുടങ്ങി നവംബർ 2 വരെയാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ്. ഇൻഡോർ, ഗുവാഹത്തി, വിശാഖപട്ടണം, ശ്രീലങ്കയിലെ കൊളംബോ ഇവിടങ്ങളിലാണ് മറ്റു വേദികൾ. ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ അടക്കമുള്ള 8 ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടും. പാകിസ്ഥാൻ ഫൈനലിലെത്തിയാൽ ശ്രീലങ്കയായിരിക്കും വേദി, അല്ലെങ്കിൽ ഇൻഡോർ. കാര്യവട്ടം സ്പോർട്സ് ഹബിൽ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് കായിക കേരളത്തിന് കൂടുതൽ കരുത്തു പകരും. അതോടൊപ്പം തന്നെ കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കാര്യവട്ടത്തേക്ക് എത്താനുള്ള സാധ്യതയും തുറക്കപ്പെടും. ലോകകപ്പ് വേദിയായ കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്ന് ക്യാമറമാൻ സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.